പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ഈ സമയത്ത് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്താണ്? ആമേൻ, ആമേൻ. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ ഇന്ന് പല വ്യക്തികളുടെ ഹൃദയങ്ങളെ കർത്താവ് വിവേചിക്കുന്നു, അനേകരോട് കർത്താവ് സംസാരിക്കുന്നു. ആമേൻ. നാം കാണുന്നത് അസാധ്യങ്ങളെ ആയിരിക്കാം, നാം കാണുന്നത് ശൂന്യതകളെ ആയിരിക്കാം. സ്തോത്രം. നാം കേൾക്കുന്നത് പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, സ്തോത്രം, പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന വാക്കുകളായിരിക്കാം. എന്നാൽ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെ കാണുവാനും കേൾക്കുവാനും അതിലുപരി അനുഭവിക്കുവാനും ദൈവം നമ്മെ ഇടയാക്കി തീർക്കും. ഈ വാക്കുകൾ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം, ഏറ്റെടുക്കാം. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 4-5 വചനങ്ങൾ വായിക്കാം. മത്തായി 11:4-5. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിക്കുവിൻ. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാനെന്ന് ഉത്തരം പറയും. നമുക്ക് എന്ത് മനസ്സിലായി? യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്താണ്? എന്തൊക്കെയാണ് നിങ്ങൾ ഇന്ന് കാണുന്നത്, കേൾക്കുന്നത്? അതൊക്കെയും യോഹന്നാനെ ചെന്ന് അറിയിക്കുവിൻ. അതെ, ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മോട് ഓരോരുത്തരോട് സംസാരിക്കുന്നു. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവപ്രവൃത്തികളെ നിങ്ങൾ അറിയിക്കണം. ആമേൻ. ഇതുവരെയും കർത്താവ് നമുക്ക് വേണ്ടി ഒരു അത്ഭുതവും ചെയ്തിട്ടില്ലേ? ഒരു വിടുതലും കർത്താവ് നമുക്ക് നൽകിയിട്ടില്ലേ? ഒരു മാന്യതയും കർത്താവ് നമുക്ക് നൽകിയിട്ടില്ലേ? ഇല്ല. എത്രയോ അത്ഭുതങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. എത്രയോ വിടുതലുകൾ കർത്താവ് നമുക്ക് നൽകി. ആമേൻ, സ്തോത്രം. എത്രയോ അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് നൽകി. എണ്ണിയാൽ തീരാത്ത നന്മകൾ. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ അസംഖ്യം, എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. സങ്കീർത്തനക്കാരൻ അങ്ങനെയാണ് പറയുന്നത്, 40 സങ്കീർത്തനം 5-ാം വചനം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാം അതിലെ എത്ര അനുഭവങ്ങളെക്കുറിച്ചാണ് മറ്റുള്ളവരോട് അറിയിച്ചത്? കർത്താവ് നമ്മോട് വ്യക്തമായി ഇടപെടുന്നു. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് നാം അറിയിക്കേണ്ടവരോട് അറിയിക്കുക. ആമേൻ. കർത്താവ് നമ്മെ അധികമായി ഇനിയും അത്ഭുതങ്ങളിലൂടെ നടത്തുവാൻ സർവശക്തനാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്കൊന്നും പറയുവാൻ കഴിയുന്നില്ലല്ലോ. എൻ്റെ സാഹചര്യം മറ്റുള്ളവർ ചോദ്യം അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലായിരിക്കുന്നുവല്ലോ. നിൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട്? നിനക്ക് പിന്നെ ഇങ്ങനെ ഭവിച്ചു? ഹല്ലേലൂയ. നിന്നെ എന്തുകൊണ്ട് അനുഗ്രഹിക്കാത്തത് എന്ന് ചോദിക്കുന്ന പലരും കാണും. പല ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ടാകും. എന്നാൽ ദൈവകരത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നാം ഇന്ന് കാണുകയും കേൾക്കുന്നതല്ല ഇനിയുള്ള മിനിറ്റുകളിൽ, ഇനിയുള്ള മണിക്കൂറുകളിൽ, ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഈ ഡിസംബർ 31-നകത്ത് ഇതുവരെയും കണ്ടതിലുപരിയായി, ഇതുവരെയും നാം കേട്ടതിലുപരിയായി ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായ അത്ഭുത പ്രവൃത്തികളെ കേൾക്കുവാൻ, കാണുവാൻ ദൈവം നമ്മെ ഇടയാക്കി തീർക്കും. അത് പൂർണ്ണമായി വിശ്വസിക്കുക. എന്നാൽ അടുത്ത വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ. പലരും ഇടറിപ്പോകുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. കർത്താവ് അവർക്ക് സൗഖ്യം കൊടുക്കുന്നു, കർത്താവ് അവർക്ക് കാഴ്ച കൊടുക്കുന്നു, കർത്താവ് അവർക്ക് വിടുതൽ കൊടുക്കുന്നു, കർത്താവ് അവരെ എഴുന്നേൽപ്പിക്കുന്നു, കർത്താവ് അവർക്ക് ജോലി കൊടുത്തു, അവർക്ക് കാറ് കൊടുത്തു, അവർക്ക് വീട് കൊടുത്തു, അവരുടെ കടഭാരം മാറി, അവരുടെ മക്കളെ അനുഗ്രഹിച്ചു. പിന്നെ എന്തുകൊണ്ട് എനിക്ക് മാത്രം ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനേക ഉള്ളങ്ങൾ ഇന്നും കഠിനപ്പെട്ടിരിക്കുന്നു. അനേക ഹൃദയങ്ങൾ ഇന്ന് യേശുവിനെ വിട്ട് മാറിയിരിക്കുന്നു, അകന്നു നിൽക്കുന്നു. എന്നാൽ കർത്താവ് ഇടപെടുന്നു. യേശുവിങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ. ആമേൻ.
കാരണം യേശുവിൽ നിന്ന് ഇടറിപ്പോകാതെ ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ തന്നെ നാം അവസാനത്തോളം ഉറച്ചു നിൽക്കുമെങ്കിൽ ഈ ഭൂമിയിലും ആമേൻ ഇന്നല്ല നാളെ ആയാലും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ പ്രവൃത്തിയെ തടുക്കുവാൻ ഒരു വ്യക്തിക്കും ശക്തിക്കും സാധ്യമല്ല. മാത്രമല്ല ആ സ്വർഗരാജ്യത്തിലെ സ്വർഗീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും നമുക്കിടയായിത്തീരും. ആയതിനാൽ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് പറയുന്ന 2 കാര്യങ്ങൾ: ഒന്ന്, ആമേ ദൈവപ്രവർത്തികളെ, അത്ഭുതങ്ങളെ നാം കാണുവാൻ പോകുന്നു, കേൾക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനെ നാം അറിയിക്കണം എന്നൊരു ആഹ്വാനം, ആമേൻ, ഒരു അഡ്വൈസ് കർത്താവ് നമ്മോട് പറയുന്നു. 3, ആമേൻ, ദൈവത്തിങ്കിൽ നിന്ന്, യേശുവിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന്, ആത്മീയ അനുഭവങ്ങളിൽ നിന്ന്, ആത്മീയ അന്തരീക്ഷത്തിൽ നിന്ന് നാം ഇടറിപ്പോകരുത്. നാമും ഇടറരുത്, മറ്റുള്ളവർക്കും ഒരു ഇടർച്ചയായി നാം മാറരുത്. അതിനായി ദൈവകാര്യങ്ങളെ നാം ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. ഇതുവരെ ഞങ്ങൾ കണ്ടതല്ല, കേട്ടതല്ല. കർത്താവേ, വരും ദിവസങ്ങളിൽ വലിയ ദൈവപ്രവർത്തികൾ മനുഷ്യർക്കോ വൈദ്യശാസ്ത്രത്തിനോ ഒരു വ്യക്തിക്കോ ശക്തിക്കോ ചെയ്യുവാൻ കഴിയാത്ത, കർത്താവെ, ഉലകത്തിൽ ഒരു ആമൻ വ്യക്തിക്കും ശക്തിക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുന്നത് കാണുവാൻ, കേൾക്കുവാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. അത് ധൈര്യത്തോടെ ആമേൻ സ്തോത്രം, ആമേൻ, അറിയിക്കുവാൻ, വിളിച്ചു പറയുവാൻ ദൈവമിടയാക്കുന്നതിനായി സ്തോത്രം. കർത്താവ്, നാളുകളിൽ കർത്താവ് ഇടറിപ്പോകാതെ, ആമേൻ, അനേകർക്ക് ഇടർച്ചയായി മാറാതെ യേശുപ്പാങ്ങളുടെ സ്നേഹത്തിൽ പൂർണ്ണമായി അവസാനത്തോളം നിലനിൽക്കുവാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കാര്യങ്ങൾ പൂർണ്ണമായി താഴ്ത്തുന്നു. ഈ പ്രഭാതം ഒരു അനുഗ്രഹത്തിൻ്റെ ദിനമായി, അത്ഭുത പ്രവൃത്തികളുടെ ദിവസമായി മാറിയതിനായി സ്തോത്രം. അതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്തുതികൾക്ക്, അവസ്ഥകൾക്ക് മാറ്റം നൽകണം. ഈ ഭൂമിയിലും സ്വർഗരാജ്യത്തിലും നന്മകളും അനുഗ്രഹങ്ങളും അവകാശങ്ങളും പ്രാപിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.